നിങ്ങൾക്കറിയാമോ, സാക്ഷാൽ അജിത് കുമാറിനെ പോലും, നമ്മുടെ സ്വന്തം തല അജിത് കുമാറിനെ പോലും ബോക്സ് ഓഫീസിൽ തറ പറ്റിച്ചൊരു സിനിമ ഉണ്ടായിരുന്നു. അതിന് ഒരുപാട് പുറകോട്ടൊന്നും പോകണ്ട. ഈ കഴിഞ്ഞ നടന്ന സംഭവമാണ്. നമുക്കറിയാം, അജിത് കുമാറിന്റെ വിടാമുയർച്ചി എന്ന് പറഞ്ഞ സിനിമ ബോക്സ് ഓഫീസിൽ റിലീസ് ചെയ്തു. സമ്മിശ്ര പ്രതികരണമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച അത്ര കളക്ഷൻ ഒന്നും കിട്ടിയില്ല. ഈ ഒരു സിനിമ കാരണം ആ ഒരു സിനിമ ഒരുപാട് പുറകോട്ട് പോയി. അതായത് വിടാമുയർച്ചി എന്ന് പറഞ്ഞ സിനിമയുടെ ഇമ്പാക്റ്റിനെ പോലും ഇത് ബാധിച്ചു. കാരണം ഇത് അത്രയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉള്ള സിനിമയായിരുന്നു തമിഴ് ഓഡിയൻസിനുണ്ടെങ്കിൽ. അത് മറ്റൊന്നുമല്ല, മണികണ്ഠൻ നായകനായി ഇറങ്ങിയ കുടുംബസ്ഥൻ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ കാണാമെന്ന് വെച്ചു. കണ്ടു നോക്കിയപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പോൾ തോന്നിയ അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഈ കുടുംബസ്ഥൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മലയാളി ഒരു പേരാണല്ലോ വരുന്നത്. എന്തായാലും കാണാമെന്ന് വെച്ചു. സിനിമയിലേക്ക് വരികയാണെങ്കിൽ, ഈ മണികണ്ഠന്റെ കഥാപാത്രമാണ് നവീൻ എന്ന് പറയുന്നത്. അതായത് നവീൻ തുടക്കം കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ പ്രത്യക്ഷമായ ചില സാഹചര്യങ്ങൾ കൊണ്ട് നവീൻ രജിസ്റ്റർ മാരേജ് ചെയ്യും. വെണ്ണില എന്നാണ് നവീന്റെ പ്രണയിനിയുടെ പേര്. അങ്ങനെ രണ്ട് കുടുംബക്കാരും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ആവുന്നു. ഏറ്റവും അവസാനം നവീന്റെ കുടുംബം അവരെ അംഗീകരിക്കുന്നു. അങ്ങനെ നവീൻ ഒരു ജോലി കിട്ടുന്നുണ്ട്. ആ ജോലിയിൽ പോകുന്നു. പെണ്ണിപ്രസിലാണ് ജോലി എന്ന് പറയുന്നത്. ഈ പബ്ലിഷിംഗും പ്രിന്റിങ്ങും ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നവീന്റെ ജോലി പോകുന്നു. അതേ സമയത്ത് തന്നെ തുടർന്ന് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ നവീൻ വീട്ടിൽ പ്രോമിസ് ചെയ്യായിരുന്നു. വീട് റെനോവേഷൻ ചെയ്യാം, അതുപോലെ അച്ഛന് വേറെ കാര്യങ്ങൾ പ്രോമിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭാര്യയ്ക്ക് ടെസ്റ്റിന് വേണ്ടി പഠിക്കാൻ ലാപ്ടോപ്പ് ഒക്കെ കൊടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതായത് വലിയൊരു കല്ല് തലയിലെടുത്ത് വെച്ചേക്കുന്നത്. ആ സമയത്താണ് ജോലി പോകുന്നത്. തുടർന്ന് അങ്ങോട്ട് ഉണ്ടാകുന്ന കലുഷിതമായ അന്തരീക്ഷങ്ങളാണ് ഈ ഒരു സിനിമ മുഴുവൻ പറയുന്നത്. അപ്പൊ ഈ ഒരു സിനിമ ഗംഭീരമാണ് എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കഥ തന്നെയാണ്. ഇതിന്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ചുറ്റുപാടുമുള്ള ഒരു കഥയാണ്, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഒരാളാണ് ഇത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ കഥ പറയുന്നത്. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ കഥ രണ്ടുപേർ ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രസന്ന ബാലേന്ദ്രനും രാജേശ്വർ കാളസ്വാമി എന്ന രണ്ട് വ്യക്തികൾ ചേർന്നാണ് ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത്. അവർക്ക് എന്തായാലും പ്രത്യേകം കൈയടി കൊടുക്കണം. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ ഒരു കഥ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇനി പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ, എല്ലാ കഥാപാത്രങ്ങളും മനോഹരമായ പെർഫോമൻസാണ്. ഇപ്പം നവീൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മണികണ്ഠനാണ്. മണികണ്ഠന്റെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. ഈ ഒരു സിനിമയിൽ അതായത് നവീൻ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് ഒരു രക്ഷയില്ലാത്ത പ്രകടനമായിട്ട്, അതായത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് ഇമോഷണൽ സീൻസ് ആണെങ്കിലും ഹാസ്യമാണെങ്കിലും, എസ്പെഷ്യലി ഒരു ക്ലൈമാക്സിനോട് എടുക്കുന്ന രീതിയിൽ അദ്ദേഹത്തിലൊരു രംഗമുണ്ട്. അതായത് പൈസയെ പറ്റി പറഞ്ഞൊരു രംഗം ഒരു രക്ഷയില്ല. നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ആവും. എനിക്ക് തോന്നുന്നു ഇനി ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലെല്ലാം ഭരിക്കാൻ പോകുന്ന ആ ഒരു സ്റ്റാറ്റസ് ആയിരിക്കും. അതുപോലെ തന്നെ നവീന്റെ അളിയനായിട്ട് വരുന്നത് ഗുരു സോമസുന്ദരമാണ്, നമ്മുടെ മിന്നൽ മുരളിയിലെ വില്ലൻ. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. നമ്മൾ പറയത്തില്ലേ ചൊറിയനായിട്ടുള്ള അളിയൻ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു ടൈപ്പ് അളിയനാണ് ഈ ഗുരു സോമസുന്ദരം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു കഥാപാത്രത്തെ ഗംഭീരമാക്കിയിട്ടുണ്ട്. അതുപോലെ അച്ഛന്റെ കഥാപാത്രം ഒരു രക്ഷയില്ല, എടുത്തു പറയണ്ട. അതായത് അദ്ദേഹം ആ ഒരു കഥാപാത്രം നാച്ചുറാലിറ്റിക്ക് വേണ്ടി അങ്ങ് പോകുന്നതേ ഉള്ളൂ. ഒരു ക്യാമറ വെച്ചു അദ്ദേഹം അഭിനയിക്കുന്നു എന്നുള്ളതാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും വന്നിട്ടില്ല. പക്ഷെ എടുത്തു പറയേണ്ട ഇതിലെ അമ്മ കഥാപാത്രം ചെയ്ത റോളാണ്. അത് എടുത്തു പറയാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ആ കഥാപാത്രം ചെയ്ത് നമ്മുടെ ഒരു മലയാളിയാണ്, മറ്റാരുമല്ല, ജെ ഹോ എന്ന് പറഞ്ഞ സിനിമയിൽ ബേസിലിന്റെ അമ്മ കഥാപാത്രം ചെയ്ത ആ ചേച്ചിയെ നമ്മളാരും മറന്നിട്ടില്ല. കുടശനാട് കനകം എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പൊ പുള്ളിക്കാരത്തി ഈ ഒരു സിനിമയിൽ നവീന്റെ അമ്മ കഥാപാത്രം ചെയ്ത് ഗംഭീര പെർഫോമൻസ് ആണ്. അതായത് ആ പുള്ളിക്കാരത്തിന്റെ നാച്ചുറൽ ഒരു ഹാസ്യവും ഇതിലൊരു ദേഷ്യമുള്ള അഭിനയമൊക്കെ ഉണ്ടല്ലോ, അത് ഇവിടെയും കാണാൻ വേണ്ടി ഇങ്ങനെ ഡെബ്യൂട്ട് പെർഫോമൻസ് ആണ് തമിഴില്. ഒരുപാട് അവസരങ്ങൾ ഇനിയും വരുന്നുണ്ട്. അത്രയ്ക്ക് മികച്ച പെർഫോമൻസ് ആയിരുന്നു ഉടനീളം കണ്ടത്. നവീന്റെ ഭാര്യയായിട്ട് റോൾ ചെയ്ത് വെണ്ണില എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത് സാൻവിയാണ്. സാൻവി ആ ഒരു കഥാപാത്രത്തിന് ഉതകുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതുപോലെ പെങ്ങളുടെ റോൾ ചെയ്ത നിവേദിത എന്ന് പറഞ്ഞാൽ നിവേദിതയും ഗംഭീര പെർഫോമൻസ് ആണ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇതിൽ വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്. അതായത് ഈ നവീൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ കൂട്ടുകാരായിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള കഥാപാത്രം ചെയ്ത വ്യക്തികളെല്ലാം തന്നെ മനോഹരമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ഗംഭീരമുണ്ട്. നമുക്കൊരു ചുറ്റുപാട് നടക്കുന്ന കാഴ്ചകൾ ഒരു ക്യാമറ വെച്ച് നോക്കിയാൽ എങ്ങനെ ഇരിക്കും, ആ രീതിയിലാണ് ഈ കുടുംബസ്ഥൻ എന്ന് പറഞ്ഞ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഏറ്റവും അവസാനം പോകുന്ന ഇമോഷണൽ സീൻസ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ, ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് ഈ കുടുംബസ്ഥൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ പെട്ടെന്നൊരു കണക്ട് ചെയ്യാൻ തോന്നി പറഞ്ഞാൽ, പണ്ടൊരു 80s-ലും 90s-ലും ഒക്കെ നമ്മളെ ലാലേട്ടൻ ചെയ്ത കഥാപാത്രങ്ങളില്ല, അതായത് കുടുംബഭാരം എല്ലാം തലയിലേറ്റ് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള അതിന്റെ വേറൊരു പതിപ്പായിട്ടാണ് എനിക്ക് ഈ കുടുംബസ്ഥൻ തോന്നിയത്. ഒരു പക്ഷേ മലയാളത്തിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമ വന്നിട്ടുണ്ട്, തമിഴിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടി മലയാളത്തിലാണ് കൂടുതൽ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ എല്ലാ ഓഡിയൻസിനും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു സിനിമ
പെട്ടെന്ന് തമിഴ് ഓഡിയൻസിൽ കണക്ട് ആയതും അത് വമ്പനൊരു ഹിറ്റ് ആയതും മുതൽ എന്ന് പറഞ്ഞ ഒരു സാധാരണ സംഭവം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു. ഈ പറഞ്ഞ കുറച്ചു മുമ്പ് പറഞ്ഞ കഥ എഴുതിയ രണ്ടുപേർ ചേർത്താണ് കഥ എഴുതിയത്. അതിലെ രാജേശ്വർ കാളസ്വാമിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതൊരു രക്ഷയിലുണ്ട്. അദ്ദേഹം പ്രസന്റ് ചെയ്ത രീതി, ഓരോ സീൻസും എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് അദ്ദേഹത്തിന്റെ വ്യക്തമായ പ്ലാനിങ്ങിലൂടെ എക്സിക്യൂഷനിലുമാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത്. ആ ഗാനങ്ങളായാലും മ്യൂസിക് ആയാലും എല്ലാം തന്നെ മനോഹരമായ സിനിമ. അതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നത് ഒരു ചെറിയ വലിയ സിനിമ എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കുടുംബരസം എന്ന് പറഞ്ഞ സിനിമ. എന്തുകൊണ്ട് വിടാമുയർച്ചി എന്ന് പറഞ്ഞ സിനിമ ഇതിന് പുറകോട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള പെർഫോമൻസും അവരുടെ രീതിയും എല്ലാം കൊണ്ട് തന്നെയാണ്. ഈ ഒരു സിനിമ C5 ആണ് സ്ട്രീം ചെയ്യുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. എല്ലാ ഓഡിയൻസിനും കണക്ട് ആവുന്ന രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എന്തായാലും സിനിമ കാണാത്തവർ കാണുക. അതുപോലെ കണ്ടവർ തങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.